ഇതാണ് കേട്ടോ നമ്മുടെ പാറപ്പള്ളി. ഈ ഒരു പാറപ്പള്ളിയിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇത് കണ്ടോ, ഇത് നമ്മളെ ആദം നബി അലൈഹി സ്വലാമിന്റെ കാൽപാതാണ് കേട്ടോ. അപ്പോൾ ഇത്രങ്ങാനും വലിയൊരു കാൽപാതാണ് എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട്. ആദം നബി അലൈഹി സ്വലാം ഭയങ്കര ഒരു ഹൈറ്റ് ഉള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇവിടുന്ന് ഈ ഒരു സ്ഥലം ഉള്ളത്, ഈ ഒരു പാറപ്പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കോഴിക്കോട് ജില്ലയിലുള്ള കൊയിലാണ്ടി കൊല്ലം ആണ് ഈ ഒരു പാറപ്പള്ളി ഉള്ളത് കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ കുറച്ച് മേലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് മക്കാമുകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അത് നമ്മളെ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സഹാബിമാരതാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ കുറെ ഖബറുകൾ ഉണ്ട്. ഇത് ആരതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എഴുതി വെച്ചിട്ടൊന്നുമില്ല, നമ്മളിങ്ങനെ കേട്ട് പരിചയമുള്ളൂ. അതുപോലെ തന്നെ തമീമുൽ അൻസാരി റളിയല്ലാഹുവിന്റെ ഖബറാണ് ഇവിടെ ഉള്ളത് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ ഒരു പള്ളി കണ്ടോ, ഇവിടെ ഈളൂർ നബീന്റെ ഒരു സാന്നിധ്യം ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ താഴേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഫുള്ള് കടലാണ് കേട്ടോ. പിന്നെ ഒരു പാറന്റെ മുകളിലാണ് ഈ പള്ളികളൊക്കെ വരുന്നുള്ളത് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇങ്ങനെ നമ്മളൊരു ബീച്ചോ കാര്യങ്ങളോ നമ്മൾ കണ്ടിട്ടില്ല. എന്തായാലും ഈ ഒരു സ്ഥലം ഒരു കാണേണ്ടത് തന്നെയാണ്. കാരണം നമ്മൾ ആ ഒരു ഇസ്ലാമിക ചരിത്രം ഏറ്റവും കൂടുതൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു സ്ഥലം എന്ന് വേണമെങ്കിലും ഇവിടെ പറയാം. നമ്മളെ നാട്ടിൽ തന്നെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഈ ഒരു സ്ഥലം ഉള്ളത്. നമുക്ക് വിദേശത്തേക്ക് ഒന്നും പോകേണ്ട ആവശ്യമില്ല. കണ്ടോ, ഇവിടുന്ന് നമ്മൾ ഈ ഒരു പള്ളിയിൽ നിന്ന് നമ്മളിങ്ങനെ ഇറങ്ങി വരുമ്പോ ഫുൾ ഒരു പാറയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ടുള്ളത് എന്ന് വേണമെങ്കിൽ പറയാട്ടോ. പിന്നെ ഇവിടെയുണ്ട് ഒരുപാട് പ്രത്യേകത. ഇവിടുന്ന് അവിടെ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഒരുപാട് ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഒരു സ്ഥലമാണ് ഇത്. അപ്പോൾ കൂടുതലായിട്ട് എനിക്ക് ഇതിനെ കുറിച്ചിട്ട് വലിയ നോളജും കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ ഇവിടുന്ന് കേട്ടത് വെച്ചിട്ടാണ് പറയണത് കേട്ടോ. നമുക്ക് ആ പള്ളിന്റെ അതിലെങ്ങനെ വന്ന് ഇതിലെങ്ങനെ ഇറങ്ങി പോകാൻ പറ്റും. ഇതിലെങ്ങനെ ഇറങ്ങി പോയി കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിലും അവിടെ കുറേ പാറകളും നമുക്ക് ഇരിക്കാനൊക്കെ പറ്റും. പിന്നെ ഇതിലെങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ കുറേ ഒരു പാറക്കൂട്ടങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പൊ അവിടെ ഉള്ളൊരു സ്ഥലമുണ്ട്. അവിടെ ഇങ്ങനെ കുറച്ച് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണുന്ന ഒരു സ്ഥലം, അവിടെ മാലിക് ദിനാറും കൂട്ടരും ഇരുന്ന സ്ഥലമാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. പിന്നെ അവിടെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു കിണറുണ്ട് കേട്ടോ. ഈ ഒരു കിണറിലുള്ള ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഉപ്പ് ഈ കടലിന്റെ തൊട്ടടുത്താണ്, പക്ഷെ എന്തല്ല അതിൽ ഉപ്പിന്റെ ഒരു രുചി വരുന്നില്ല എന്നുള്ളതാണ്. അതൊക്കെ ഒരു ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തോന്നുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു സ്ഥലത്ത് വന്ന് കാണണം. കാരണം നമ്മളെ ചരിത്രത്തിലുള്ള ഒരു സ്ഥലം നമ്മൾ തൊട്ടടുത്തിട്ട് അത് കാണാതെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഭയങ്കര ഒരു മിസ്സിങ് ആവും. കണ്ടോ, ഇവിടെ നിറയെ ഇവിടെ എത്താൻ കുറച്ച് ലേറ്റ് ആയത് കാരണം ഇരുട്ടായതുകൊണ്ട് കൂടുതൽ കാണിച്ചു തരാൻ വയ്യ. എന്തായാലും ഇതിലിങ്ങനെ കയറി പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ആ പാറപ്പള്ളിയിൽ തന്നെയാണ് എത്തിപ്പെടുന്നത് കേട്ടോ. എൻ്റെ ഇവിടെ നിറയെ കല്ലുമ്മക്കായ ഉണ്ട്, അതും ഇവിടുത്തെ ഒരു പ്രത്യേകത. പക്ഷെ ഇരുട്ടായതുകൊണ്ട് കൂടുതൽ കാണിച്ചു തരാൻ വയ്യ. ഇവിടുന്ന് കല്ലുമ്മക്കായ ഇങ്ങനെ പറിച്ചെടുക്കുന്നുണ്ട് ഇവിടുത്തെ പാറയിൽ നിന്ന്. പക്ഷെ നമുക്ക് ഈ ഒരു ഇരുട്ടായതുകൊണ്ട് തന്നെ കാണിച്ചു തരാൻ വയ്യ. അതുപോലെ തന്നെ ഇവിടെയുള്ള ആ ഒരു കിണറും കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പം എന്തായാലും ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തിക്കുക.